ജീവിതം ഒരു യാത്രയാണ്. എങ്ങനെ യാത്ര ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. എല്ലാ ബന്ധങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട്. ഒരിക്കലും ആ പരിധി മറക്കാതിരിക്കുക. നല്ല ബന്ധങ്ങൾ എന്നും ജീവിതത്തോട് ചേർത്ത് പിടിക്കുക. ഒരിക്കൽ കൈവിട്ടു പോയാൽ പിന്നെ തിരിച്ചു കിട്ടിയെന്ന് വരില്ല. നിങ്ങളെ വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയും നിങ്ങളെ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയും നിങ്ങളുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തരുത്. അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളുടെ സ്ഥാനം നിറമങ്ങിയ ഒരു കടലാസ് പൂവിൻ്റേത് മാത്രമാണ് എന്ന് അവരുടെ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല. അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കുമാവില്ല. ഓരോ വ്യക്തിക്കും നിങ്ങളോട് പെരുമാറുന്ന രീതിയിൽ ഓരോ സന്ദേശമുണ്ട്. അത് മനസ്സിലാക്കാൻ ഒരുപാട് സമയം എടുക്കരുത് എന്ന് മാത്രം. നീ നിന്റെ വില മനസ്സിലാക്കുക. നിന്നെ ഒഴിവാക്കുന്നവരുടെ പുറകെ പോകരുത്. അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ നിനക്ക് നിന്നെ തന്നെ നഷ്ടമാകും. സുന്ദരമായ മുഖം കൊണ്ടോ സമ്പന്നമായ ആർഭാടങ്ങൾ കൊണ്ടോ ആത്മാർത്ഥമായ ബന്ധങ്ങൾ ഉണ്ടാകുന്നില്ല. തകർക്കാനാവാത്ത വിശ്വാസം കൊണ്ടും ആഴമേറിയ സ്നേഹം കൊണ്ടും മാത്രമേ ബന്ധങ്ങൾ ദൃഢമാകുകയുള്ളൂ. ജീവിതമെന്നാൽ എപ്പോഴും കയറ്റങ്ങളും ഇറക്കങ്ങളും ഉള്ളതാണ്. അതിനാൽ താഴെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? വരാൻ പോകുന്നത് ഉയർച്ച തന്നെയാണ്. ആത്മാർത്ഥ സൗഹൃദങ്ങളും നല്ല സ്നേഹബന്ധങ്ങളും ഈശ്വരൻ തരുന്ന സമ്മാനമാണ്. എത്ര തിരക്കിലും അങ്ങനെയുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളും കൈവിടാതെ സൂക്ഷിക്കുക. വയറ്റിലെത്തിയ വിഷം ഒരാളെ മാത്രം കൊല്ലുന്നു. എന്നാൽ ചെവിയിലെത്തിയ വിഷം നിരവധി ബന്ധങ്ങളെയും ബന്ധുക്കളെയും കൊല്ലുന്നു. ചിലർ അങ്ങനെയാണ്. വന്നുപോകുന്ന സമയം ചെറുതാണെങ്കിലും തന്നുപോകുന്ന ഓർമ്മകൾ വലുതായിരിക്കും. നമ്മൾ ഒരാളെ അമിതമായി സ്നേഹിക്കുമ്പോൾ തെറ്റില്ലെങ്കിൽ കൂടി അയാളിലെ ചെറിയ ഒരു മാറ്റം പോലും സഹിക്കാൻ കഴിയാതെ വരും. അപ്പോൾ പലതും ചിന്തിച്ച് മനസ്സ് വേദനിപ്പിക്കും. അതാണ് യാഥാർത്ഥ്യം. നമ്മൾ നേടിയ വിജയം ജീവിതത്തിൽ ഉടനീളം സന്തോഷം നൽകുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിനെ സന്തോഷമായി വയ്ക്കണം. കാരണം സന്തോഷമുള്ള മനസ്സ് എപ്പോഴും നമ്മളെ വിജയത്തിലേക്ക് നയിക്കും. തണൽ നൽകിയ വൃക്ഷങ്ങളെല്ലാം വെയിൽ കൊണ്ടിട്ടുണ്ട്. ഫലം നൽകിയ വൃക്ഷങ്ങളെല്ലാം കല്ലേറ് കൊണ്ടിട്ടുണ്ട്. സ്നേഹം നൽകിയ മനുഷ്യരെല്ലാം ഹൃദയം പൊട്ടി കരഞ്ഞിട്ടുമുണ്ട്. നിങ്ങളെ ആത്മാർത്ഥമായും ആഴത്തിലും സ്നേഹിക്കാൻ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായും അവർ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്കൊരു ശക്തിയായിരിക്കും. തൻ്റെ ലക്ഷ്യം നിറവേറ്റണമെന്ന് ആഗ്രഹമുള്ളയാൾ എത്ര മോശം സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. ഒരു വ്യക്തിയോടുള്ള നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ പലപ്പോഴും അത് നിങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതായി തീരും. നിങ്ങൾ ദുർബലനാണെന്ന് സ്വയം വിചാരിച്ചാൽ ദുർബലനായി തീരും. മറിച്ച് കരുത്തനാണെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ കരുത്തനായി തീരും. ജീവിതം എന്നാൽ ഒരു തുറന്ന പുസ്തകമാണ്. വായനക്കാരുടെ മനസ്സിലാക്കൽ പോലെയിരിക്കും ആ പുസ്തകത്തിൻ്റെ സാരാംശം. ചിലർക്ക് നമ്മളെ ഒഴിഞ്ഞു പോകൂ എന്ന് പറയാതെ ഒഴിവാക്കി വിടണം. അതിനവർ ഏറെ വേദനിപ്പിക്കും. ചേർത്ത് പിടിക്കേണ്ട ഇടങ്ങളിൽ ഒറ്റപ്പെടുത്തും. കാരണങ്ങളില്ലാതെ കുറ്റപ്പെടുത്തും. തനിച്ചാക്കും, അവഗണിക്കും. ഒടുവിൽ മടുത്തിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ വിട്ടിട്ട് പോയി എന്നൊരു പഴി കൂടി നമ്മുടെ മേൽ സമർത്ഥമായി ചാർത്തിത്തരും. തൊട്ടാൽ വാടും എന്ന് അറിയുന്നത് കൊണ്ടാണ് എല്ലാവരും തൊട്ടാവാടിയെ തൊടുന്നത്. നിങ്ങൾക്ക് വേദനിക്കുമെന്ന് അറിയുന്നത് കൊണ്ടാണ് പലരും നിങ്ങളെ വേദനിപ്പിക്കുന്നത്.